പരീക്ഷയ്ക്ക്. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഒരു വീഡിയോ ഞാൻ ഡിലേ ആക്കി. ഒരു വീഡിയോ ഇട്ടത്, അപ്പോൾ അതെന്താ റിപ്പോർട്ട് വന്നത്, ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറേ ഡിലേ എന്ന് വെച്ചാൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തിടാമെന്ന് വെച്ചിപ്പോൾ ഉണ്ട് ഞാനാണ് എൻ്റെ ഫോണിലെ പാസ്വേഡ് ഫോണിൻ്റെ അകത്ത് ഞാൻ ഇട്ടുന്ന പാസ്വേഡാണ് അതങ്ങ് ഡിലീറ്റ്. അത് എന്താ പാസ്വേഡ് പറഞ്ഞ് എല്ലാം ചെയ്ത് തന്നപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതും പോയി. എന്ന് വെച്ചാൽ ഞാൻ നിഫാൻസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടായിരുന്നു. നിവാൻസ്, അതിന് നിവാൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ടായിരുന്നു. അത് അമ്മയുടെ മെയിലായിരുന്നു, പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഭയങ്കര ഒരു സെഡ് അടിച്ചിരിക്കുന്ന സമയമാണ്. അതായത് നമ്മളെ യൂട്യൂബിൻ്റെ ഇതൊന്നും പോയിട്ടില്ലാണ്ട് നമ്മളെ ഈ മെയിൽ ഞാൻ മറന്നിട്ടില്ല യൂട്യൂബ് ചാനലുള്ള. അതിന് പാസ്വേഡ് കയറിയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ റിക്കവർ ചെയ്തെടുത്തു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചാനൽ കിട്ടി. പക്ഷേ ഇത് നാളെ കമ്പ്യൂട്ടർ വെച്ചു. പക്ഷേ ശനിയാഴ്ച ഈ സംഭവം പോയത്. ഞാനത് കഴിഞ്ഞ് ഇട്ട് പിന്നെ ഒരു ഓളൊക്കെ എടുത്ത് ഫോൺ മൊത്തമായിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മെയിൽ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാനാകെ സെഡ് അടിച്ചൊരു സഹ ഒട്ടിയിരിക്കുമായിരുന്നു. നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ. എന്തായാലും നമുക്ക് എനിക്ക് 16ാമത്തെ അക്കൗണ്ടാണ് തോന്നുന്നത്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഫോണൊക്കെ ആദ്യമേ എൻ്റെ ഒരു ചെറിയ ഫോണെന്ന് പറയുമ്പോൾ ഇവിടെ ചത്തുകുത്തിയിരിക്കും. അത് ഞാൻ കാണിച്ചില്ല. ഇതിൻ്റെ അകത്താണ് ഈ ഫോണിൻ്റെ കവറ്. സാംസങ് ഗാലക്സി M അമ്മയുടെ പഴയ ഫോൺ. എനിക്ക് പരീക്ഷ മാർക്ക് വേണ്ട, അമ്മ പുതിയ ഫോണൊന്നും മേടിച്ചത്. ഇപ്പം പഴയ അമ്മയുടെ ഫോൺ സർവീസ് ചെയ്ത് എടുത്താൽ ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് സംഭവം കിടക്കും. അത് ഞാൻ എടുക്കട്ടെ ഒരു മിനിറ്റ്. പിന്നെ ഇത് എടുത്ത് കാണിച്ചപ്പോൾ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ റാമാണ് കസിൻ തന്നെയാണ്, പക്ഷേ എൻ്റെ താഴേക്ക് ഒരു PC അത് ഇത് ചേരത്തില്ല. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ച് വെക്കും. ഇത് അവന് തിരിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് മൊബൈൽ. ഇതും സാംസങ് ഗാലക്സി JS1. ഇത് എനിക്ക് കിട്ടും 4-3 പഠിക്കുമ്പോൾ എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്ത ഫോണാണ്. അത് ഞാൻ ഇതിനകത്തും ചാനൽ തുടങ്ങിയതാണ്. പിന്നെ ഇത് വെച്ചാൽ നമ്മൾ ഏത് വർഷം വർഷം മറന്നു. അന്ന് ഇത് വലിയ ഇഷ്യൂ ചെയ്തു. ഇതുപോലത്തെ ഒരു ഫോൺ ഇട്ട് ഒരു കൊച്ചു പൊട്ടിത്തെറിച്ച് അതൊക്കെ ഇഷ്യൂ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ബേസ് മോഡലാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് സാംസങ് ഗാലക്സി JS1 ഇപ്പോഴും അവൈലബിൾ ആയതില്ല. ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം സീന്. ഇതൊരു കുത്തിയിട്ടുണ്ട് എന്തോ കാരണം ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കും. ഇപ്പോൾ ബാറ്ററി വീക്ക് ചെയ്തങ്ങ് പോയി. കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഫോൺ പണി കിട്ടി. ഇതൊക്കെ വേറെ ഫോണിനകത്തിട്ട് സിം മാറ്റിയിട്ട് ഞാൻ വിളിച്ചിട്ട് പിന്നെ ബാറ്ററി കൊടുത്ത് ഇങ്ങനെ ഹീറ്റ് ബെൻഡായി പൊങ്ങി വന്ന് പിന്നെ ബാറ്ററി ഊരി അത് ഞാൻ നോക്കി. അതൊക്കെ പിന്നെ അത് കഴിഞ്ഞിപ്പം ഇത് കളഞ്ഞ് എൻ്റെ അക്കൗണ്ട്. അതാണ് ഇതിൻ്റെ അകത്തൊരു അക്കൗണ്ട് ഉണ്ട്, യൂട്യൂബിൻ്റെ അക്കൗണ്ടും ഉണ്ടായിരുന്നു. ആ ചാനലിൻ്റെ പേര് മറന്നുപോയി. പിന്നെ എല്ലാം മറന്നു. പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴും സെഡ് അടിച്ചിരിക്കുക. ആ അക്കൗണ്ട് പോയിട്ട് അക്കൗണ്ടിൽ നിന്ന് രാവിലെ എടുക്കാൻ നോക്കി. നാളെ പരീക്ഷ. അപ്പം അമ്മ നാട്ട് അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ എന്ത് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ വഴക്ക്. നീ കാണിക്കുന്നത് ഭാഗ്യ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറേ വഴക്കും ചെയ്യും. ഒക്കെ അതൊരു സൈഡിൽ നടക്കട്ടെ. ഇതും ഈ കൊല്ലത്തിൽ ഈ ഫോൺ ആവാൻ സമ്മതിക്കത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ എടുത്തിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയത്തില്ല ഇനി ഗൈസ്. അപ്പം ഇനി PUBG ഒക്കെ ഓട്ടോമല്ലേ അങ്ങ് അവർ ഡേറ്റാസ് മൊത്തം ക്ലിയർ ചെയ്ത് കളഞ്ഞ് നമ്മളൊരു കഷ്ടത്തിൻ്റെ ഭാഗത്തിന് എടുത്തു വെച്ചേക്കും. ഇനിയും ഇതിനെ അതുപോലെ റിക്കവർ ചെയ്തെടുക്കണം. എഡിറ്റർ ആപ്പ് എന്ന് വെച്ചാൽ ഇൻഷോട്ടർ എഡിറ്റ് ആപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടത് അതിലൂടെ മാറുന്ന ഫിലിം മേക്കർ. ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ ഫിലിം മേക്കർ ആയിരുന്നു. പിന്നെ വേറെ ആപ്പിൻ്റെ പേര് പറഞ്ഞു. അത് വെച്ചായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ഇൻഷോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. കിട്ടിയ പണി 8ൻ്റെ പണി 100 പണിയാണ് സത്യം പറയാൻ കിട്ടിയത്. ഇതുപോലത്തെ പണി എനിക്ക് വേറെ എപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്ക് എപ്പോഴും അക്കൗണ്ടൊക്കെ പോകുന്നത് ഞാനത് വിട്ടുകളെ. പക്ഷെ അത് 600 ഫോളോവേഴ്സൊക്കെ ആക്കിയിട്ട് അങ്ങ് വിടുമെന്ന് പറഞ്ഞ് കഴിയുമ്പം എന്താണ് ഒരു വിഷമം പോലെ. അപ്പോൾ കേസ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ പഴയ ഫോൺ. ഇപ്പം ചത്തുകുത്തിയിരിപ്പുണ്ട്. അതായത് ഞാൻ പിന്നെ ദേഷ്യം വന്നപ്പോൾ ഒന്ന് കുത്തിൻ്റെ സൈഡ് കണ്ടപ്പോൾ തോന്നുന്നു അത്ര ഇതല്ല. ഞാൻ മുമ്പ് ഈ വീഡിയോ ഇത് പറഞ്ഞിട്ടുണ്ട്, ക്യാമറ അത്ര ഇതല്ലെന്ന്. അപ്പം കേസ് ഇതൊന്ന് പറയണുണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ നമ്മൾ 19-ാം തീയതി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അത് ചിലപ്പം വരുന്നത് ഞാനൊന്നെങ്കിൽ ക്യാമ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഒന്നെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ ക്യാമ്പിന് പോവാം. ക്യാമ്പിന് വെച്ചാൽ NSSൻ്റെ ക്യാമ്പുണ്ട്. ഞാൻ നേരത്തെ പറയുന്നത് NSS വോളണ്ടിയർ ചെയ്യാൻ. അപ്പോൾ എൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ NSSൻ്റെ ക്യാമ്പിലേക്ക് തിരുവമ്പടി വെച്ച സ്കൂള് അത് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകും. പോയി കഴിയുമ്പോൾ ഫോണൊന്നും അങ്ങോട്ട് അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് ഇത്ര എനിക്കിന്ന് പറയാനുള്ളായിരുന്നു. അപ്പോൾ ഞാൻ നിർത്തുക ഗൈസ്. ബൈ. നമ്മുടെ ഇൻട്രോ ഒക്കെ പോയി. ഇനി ഇൻട്രോ ഒക്കെ ആദ്യം തൊട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിൽ നമ്മുടെ പറ്റില്ല പടമാണ് ഏറ്റവും വലിയ സീൻ. എന്തുവാ ഇൻട്രോ എടുക്കുക നമ്മുടെ വീഡിയോ ഇവിടെ നോക്കുക. തമ്മിൽ അതൊക്കെ കൊടുക്കുന്നത് അതൊക്കെ പോയി. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതും മുഞ്ചിപ്പോയി.
അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം കരുതി എടുത്തില്ല, പക്ഷെ ഒന്ന് പറയണം തോന്നി എനിക്ക് അത്. ഓക്കെ, സീ സൂൺ. നമ്മുടെ പുതിയ വീഡിയോ എന്തായാലും ഓൺ ദ വേ ആണ്. ഓക്കെ, അലമ്പാക്കാൻ നോക്കണ്ട, ഇടഞ്ഞാലൊട്ടേനും നിന്റെ 16